ഇന്ത്യ പാക് അതിർത്തിയിൽ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമാണെന്നുള്ളത് നമ്മളെല്ലാവർക്കും അറിയാം. മീഡിയയിൽ പല പ്രാവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന് സമാനമായ ഒരു കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നു. പഹൽഗാമിലെ ഭീകര പ്രവർത്തനത്തിൻ്റെ തിരിച്ചടി എന്ന രീതിയിലാണ് ഇത് വന്നത്. പക്ഷേ ഇന്ത്യയുടെ തിരിച്ചടിക്ക് ശേഷം പാകിസ്ഥാൻ ഒട്ടേറെ ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലും കൊണ്ട് തിരിച്ച് വലിയ രീതിയിലുള്ള ആക്രമണം പ്രകോപനം ഉണ്ടാക്കി. പക്ഷേ ആ സമയത്ത് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇന്ത്യയുടെ S-400 സുദർശന ചക്ര. എന്താണ് S-400 സുദർശന ചക്ര? അല്ലെങ്കിൽ ഇത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു വ്യോമയാന പ്രതിരോധ സംവിധാനത്തിനുള്ളത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ. S-400 സുദർശന ചക്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം തന്നെയാണ് ഈ യുദ്ധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ഡ്രോണുകൾ, ഏതാണ്ട് 50ഓളം ഡ്രോണുകൾ, അതുപോലെ വലിയ മിസൈലുകളെല്ലാം വന്നപ്പോൾ അതിനെല്ലാം ഇന്ത്യയുടെ മണ്ണിൽ തൊടാതെ ആകാശത്ത് വെച്ച് തന്നെ കരിച്ചു കളയുന്ന അല്ലെങ്കിൽ പൊട്ടിച്ചു കളയുന്ന സംവിധാനം, ആ സംവിധാനം പ്രവർത്തിച്ചത് S-400 സുദർശന ചക്ര എന്ന് പറയുന്ന ആകാശ വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഈ സംവിധാനം ഒരു യൂണിറ്റാണ്. അത്തരത്തിൽ 3 യൂണിറ്റുകളാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യക്കുള്ളത്. ഇത് റഷ്യയുടെ ഉൽപ്പന്നമാണ്. റഷ്യയിൽ നിന്നും ഇന്ത്യ ഒരു യൂണിറ്റിന് 7000 കോടി രൂപ കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ള യൂണിറ്റുകളാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസിലാണ്, അല്ലെങ്കിൽ ഈ സംവിധാനം വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ 15ഓളം കേന്ദ്രങ്ങളെ, സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് വന്ന മിസൈലുകളെയും ഡ്രോണുകളെയും തകർത്ത് കളഞ്ഞത് ഈ S-400 സുദർശന ചക്ര എന്ന് പറയുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനം ആപ്റ്റായിട്ട് വർക്ക് ചെയ്തതാണ്. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച വ്യോമയാന പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്ന് തന്നെയാണ് S-400 സുദർശന ചക്ര. അത് റഷ്യയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ ഇത്തരം സംവിധാനങ്ങൾ കിടപിടിക്കുന്നതാണ് നമ്മുടെ S-400 സുദർശന ചക്ര. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിൽ നിന്നും അയച്ചിട്ടുള്ള 50ഓളം ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളെയും നിലം തൊടാതെ തരിപ്പണമാക്കാൻ നമുക്ക് പറ്റിയത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പാകിസ്ഥാന്റെ ആകാശത്ത് നിന്നും ഇന്ത്യൻ്റെ ആകാശത്തിലേക്ക് കടക്കുന്ന ആകാശത്തിലെ വസ്തുക്കളെ, അല്ലാതെ വിമാനമാവും ഡ്രോണുകളാവും മറ്റേതെങ്കിലും വസ്തുക്കളാവാം, ഈ വസ്തുക്കളെ നമ്മുടെ S-400 സംവിധാനത്തിലുള്ള റഡാറുകൾ അതിനെ കണ്ടുപിടിക്കുന്നു. റഡാറുകൾ പെട്ടെന്ന് തന്നെ അതിനെ ഡിറ്റക്ട് ചെയ്യുന്നു. ഡിറ്റക്ട് ചെയ്താൽ ആ നിർദ്ദേശം നേരെ നമ്മുടെ യൂണിറ്റിലേക്ക് എത്തുന്നു. യൂണിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് അപകട സൈറൻ മുഴക്കുകയും പിന്നെ മാനുവലായിട്ട് ഇതെന്ത് ഒബ്ജക്റ്റാണ് എന്ന രീതിയിൽ അതിൻ്റെ ദൂരം അളക്കുകയും പെട്ടെന്ന് തന്നെ ആ ഒബ്ജക്റ്റിനെ തകർക്കാനുള്ള മിസൈലിൻ്റെ ദൂരപരിധി എല്ലാം തീരുമാനിക്കുന്നത് പിന്നെ മാനുവലായിട്ട് അവിടെയുള്ള ഓഫീസറാണ്, അല്ലെങ്കിൽ ചില ഓഫീസേഴ്സാണ്. ഉടനെ തന്നെ മറുപടി നൽകുകയും ഈ ഡ്രോണുകളെയും മിസൈലുകളെയും നമ്മൾ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ സംവിധാനത്തിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഒറ്റ ഡ്രോണുകളെയും അല്ലെങ്കിൽ മിസൈലുകളെയും ഇന്ത്യയുടെ മണ്ണിലേക്ക് വീഴാതെ അപകടമില്ലാത്ത രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയത്. ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ പാകിസ്ഥാന് ഇത്തരത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളില്ലേ എന്ന് ഉണ്ട്. അതിൻ്റെ പേര് HQ-9P എന്നാണ്. ഇത് വാങ്ങിയിട്ടുള്ളത് ചൈനയുടെ ഉൽപ്പന്നമാണ്. നമ്മളങ്ങനെ പറയില്ലേ, ചൈനേൻ്റെ ഉൽപ്പന്നമാണെന്ന് പറയില്ലേ. ചൈനയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്, HQ-9P എന്ന സംവിധാനം. ഇത് നമ്മളൊരു ഡ്രോൺ അയച്ച സമയത്ത് തന്നെ ലാഹോറിൻ്റെ മുകളിലുള്ള ഈ സംവിധാനം, ലാഹോറിനും വ്യോമ അതിർത്തിയിലൊക്കെ സംവിധാനിച്ചിട്ടുണ്ട് ഇതും. പക്ഷെ ലാഹോറിൻ്റെ ഭാഗത്തേക്ക് നമ്മളൊരു ഡ്രോൺ അയച്ചപ്പോൾ ഈ വ്യോമ സംവിധാനം തകർന്ന് തരിപ്പണമായി എന്ന് പറയുമ്പോൾ നമുക്കതിൽ നിന്ന് വ്യക്തമാവും. ഒരു ഡ്രോൺ അയച്ചുകൊണ്ട് നമുക്ക് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിനെ മറികടക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത എത്രമാത്രം, ആ ഉപകരണത്തിൻ്റെ അല്ലെങ്കിൽ ആ യുദ്ധ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പാകിസ്ഥാന് തിരിച്ചടിയായിട്ടുള്ളത്. നമുക്ക് നേട്ടമായതും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള യുദ്ധ സാമഗ്രികൾ വാങ്ങിയത് തന്നെ. ഇതൊക്കെ പറയുമ്പോഴും യുദ്ധം എന്ന് പറയുന്നത് പാകിസ്ഥാനായാലും ഇന്ത്യ ആയാലും ആണവ ആയുധങ്ങൾ കയ്യിലുള്ള 2 രാജ്യങ്ങളാണ് എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളതാണ്. യുദ്ധം വലിയ രീതിയിലേക്ക് നീണ്ടു പോകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സമാധാന അന്തരീക്ഷം അതിർത്തികളിൽ ഉണ്ടാവണം.